നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ വിഭവം ചക്കക്കുരു ബജിയാണ്. ചക്കക്കുരു ഒട്ടും വേസ്റ്റ് ആക്കാതെ, പ്രത്യേകിച്ച് കൊറോണ പ്രശ്നമുള്ള സമയത്ത് അത് വെച്ച് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറന്തോട് ഇതുപോലെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ചില ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെയുള്ള ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ പച്ചക്ക് തന്നെ എടുത്തിട്ടൊന്ന് ബജിയാക്കിയാൽ മതി. വേവിച്ചത് വേണമെന്നില്ല. വേകാത്ത ചക്കക്കുരു ആണെങ്കിൽ കുക്കറിലിട്ട് 1-2 വിസിലടിച്ചതിന് ശേഷം മാത്രം എടുത്തിട്ട് ബജിയാക്കാം. ഇനി അതുമല്ലെങ്കിൽ ഒരു പച്ച ചക്കക്കുരു പിളർത്തി രണ്ടാക്കിയിട്ട് നമുക്ക് ബജിമാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവിക്കാത്ത ചക്കക്കുരു ആയത് കാരണം കുറച്ച് ഉപ്പ് കൂടുതലാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവിച്ച ചക്കക്കുരുവിൽ ഉപ്പിട്ടായിരിക്കും വേവിക്കുന്നത്, അതപ്പം അത്രയും ഉപ്പ് ചേർക്കണ്ട. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും കൂടി അതിനകത്ത് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കടലമാവ് അളന്ന കപ്പിലാണ് കേട്ടോ വെള്ളം എടുത്തിരിക്കുന്നത്. അതൊഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാനായിട്ട്. അധികം വെള്ളം കൂടിപ്പോകരുത്. കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ചക്കക്കുരു എല്ലാം ഇതുപോലെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 10-40 ചക്കക്കുരു ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഈ അളവിലെ ബാറ്ററിൽ. ഇതിപ്പോൾ 1 മണിക്കൂർ വെച്ചതാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് ബാറ്റർ. ഇതാണ് കറക്റ്റ് അളവ് കേട്ടോ. ഇനി നമുക്ക് ഓരോ ചക്കക്കുരു അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പുഴുങ്ങാത്ത ചക്കക്കുരു കാരണം പെട്ടെന്ന് ഇതിൻ്റെ പുറം തോടക്കം ഒരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളു വേകണമെങ്കിൽ കുറച്ച് ഫ്ലെയിം കുറച്ച് വേണം വയ്ക്കാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് 2 പുറവും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത്ര ഉള്ളു കാര്യം. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ചക്കക്കുരു ബജി ഉണ്ടാക്കാം. അപ്പോൾ ചക്കയുടെ സീസണാണ്. ചക്കക്കുരു ഒന്നും വേസ്റ്റ് ആക്കാതെ നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ ചക്കക്കുരു ബജിയും കൂടി ഉണ്ടാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.